ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ഇന്ന് ഞങ്ങളുടെ അന്നമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. കാരണം ബർത്ത്ഡേ നാളെയാണ്. അതായത് ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി 8, ഫെബ്രുവരി 9 ബർത്ത്ഡേ. പക്ഷെ നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റു. കാരണം വീട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം, അധികമൊന്നുമില്ല. പക്ഷേ ഞാൻ അവരും കൂടി എണീറ്റിട്ട് വരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കാരണം അതിലത്തെ ഓരോ ഇത് കാണുമ്പോൾ അവർക്ക് എടുക്കാനൊക്കെ ആയിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെണീച്ച് വരുന്നതിനേക്കാളും മുന്നേ നമ്മുടെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്വന്തം കുറച്ച് കസിൻസ് മാത്രം. അപ്പോൾ ഫസ്റ്റ് അത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ എണീറ്റ് വന്നത്. നമ്മുടെ തീമുണ്ട്, മാഷയുടെ തീമാണ്. അപ്പോൾ മാഷ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് നമുക്ക് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാം. എണീറ്റിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ നേരെ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു, എന്നിട്ട് ബാക്കി പണികൾ ചെയ്യാൻ വിചാരിച്ചു. കാരണം അവരെണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യണം അത്രയും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ പണികൾ നമുക്ക് ഫസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. കുട്ടികളുടെ ഇതുപോലെ ബർത്ത്ഡേസൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല. എന്തായാലും ഞാൻ എൻ്റെ 2 മക്കളുടെയും ഓരോ ബർത്ത്ഡേസിനും എന്തെങ്കിലും ഒരു തീം ചെയ്യാറുണ്ട്. അതായത് ഓരോ വർഷം ഇപ്പോൾ മോൻ്റെ ആയിരുന്നപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞാൽ കോക്കോമലനായിരുന്നു. പക്ഷെ അന്ന് ഒരു കോവിഡിൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ ആളുകളൊന്നും വിളിച്ചിട്ട് അങ്ങനെ വലിയൊരു സെലിബ്രേഷനൊന്നും അല്ലെങ്കിലും നമ്മൾ വീട്ടിൽ ഒതുങ്ങുന്ന ഒരു സെലിബ്രേഷൻ ആണെങ്കിലും അതിന് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് ഭംഗിയാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ബർത്ത്ഡേസൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് കുറച്ച് സ്പെഷ്യലായിരിക്കുമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അന്ന് ഓർത്തിട്ട് പറയാനുള്ള കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മോൻ്റെ ബർത്ത്ഡേസിൽ ഇപ്പോൾ കോക്കോമലിനായിരുന്നു, പിന്നെ ഹണീബി ആ ഒരു ബർത്ത്ഡേ ആയിരുന്നു സെക്കൻഡ് ബർത്ത്ഡേ. പിന്നെ അവനൊരു വലിയൊരു ആനിമൽ ലവർ ആയതുകൊണ്ട് തന്നെ തേർഡ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു സൂ അങ്ങനത്തെ ഒരു തീമായിരുന്നു. ഫോർത്ത് ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ മോളുടെ ആണെങ്കിലും ഇതുപോലെ ഓരോ വർഷവും, അപ്പോൾ അവളുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഏറ്റവും അവളുടെ പ്രിയപ്പെട്ട മാഷ ആൻഡ് ദ ബെയർ ആയിരുന്നു ഈ വർഷത്തെ തീം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ട ഡെക്കറേഷന് വേണ്ട സാധനങ്ങൾ ഞാനിങ്ങനെ ഓൺലൈനൊക്കെ ആക്കിയിട്ട് നോക്കിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുന്നേ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സെലിബ്രേഷനൊന്നും അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് റെഡിയാക്കാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ബാനറൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ എന്താ പറയുക ഒരു നൂല് അല്ലെങ്കിൽ ആ ചിരട് എടുത്തിട്ട് ഞാനത് ഓരോ പേപ്പറിൻ്റെ ആ ഒരു ഹോളിൽ കൂടെ കെട്ടിയിട്ട് വേണമല്ലോ നമ്മളതിങ്ങനെ തുന്നി ചേർക്കുന്ന പോലെ അതിങ്ങനെ കോർത്തെടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ആളും ഉറക്കമാണ്. കാരണം അവർ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേയുടെ ഓരോ ലെറ്റേഴ്സ് ചിലപ്പോൾ ഓരോരുത്തർ എടുത്തുകൊണ്ടും അങ്ങനെ പണികളൊക്കെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർ ഉറങ്ങുന്ന സമയത്ത് അവരെണീക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റൊന്ന് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം എന്നാലേ എനിക്ക് എല്ലാ സാധനങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പണിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ആ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ബാനറൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കേക്ക് ടോപ്പർ പോലെ നമുക്ക് അതിൽ കേക്കിൻ്റെ ഓരോ കപ്പ് കേക്കിൻ്റെ മേലെ വെക്കാൻ പറ്റുന്ന പോലെ ഓരോ കട്ടൗട്ട് ഉണ്ട് മാഷ ആൻഡ് ദ ബെയറിലെ അതിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിനുള്ള അതിൻ്റെ തന്നെ ഓരോ സ്റ്റിക്കറും ഉണ്ട്, പിന്നെ ഓരോ സ്റ്റിക്കും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് തന്നെ അത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് എടുത്തിട്ട് കപ്പ് കേക്കിൻ്റെ മേലെ വെച്ചിട്ട് ഓരോ കേക്കിൻ്റെ ഉള്ളിലേക്കും നമുക്കതിങ്ങനെ ഇറക്കി വെച്ചിട്ട് സെറ്റാക്കാം. പിന്നെ ഇതുപോലെയുള്ള ഒരു 6-7 പീസാണ് ഈ ഒരു കട്ടൗട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ 2 എടുത്തിട്ടാണ് നമ്മൾ കേക്കിൻ്റെ മേലെയും വെക്കുന്നത്. അതായത് നമ്മുടെ മെയിൻ ആ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേക്കിൻ്റെ മേലെ. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വലിയ ഒരു ആർഭാടമായിട്ടുള്ള ഒരു ഡെക്കറേഷനൊന്നുമല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ കേക്ക് ടോപ്പേഴ്സ് നമ്മൾ തന്നെ സെറ്റാക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് മാത്രം എനിക്ക് വെക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. കാരണം അത് കുറച്ച് മേലെ ഒരു ഹൈറ്റ് ഉള്ളതിൽ വെക്കേണ്ട കാരണം എനിക്കത് ഉദ്ദേശിക്കുന്ന ഒരു ഹൈറ്റിലേക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അത് വെക്കുന്നത്.
അത് മാത്രം ഞാൻ എന്താ പറയുക ഒരു ഹെൽപ്പ് ചോദിച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഹൈറ്റിൽ വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർ എണീറ്റിട്ടില്ല, അതിനുള്ളിൽ വേഗം ഇതൊക്കെ വയ്ക്കാനുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു തിരക്ക്. ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ. അല്ലാതെ ഇപ്പോൾ താഴെ ഇരിക്കുകയാണെങ്കിൽ നമ്മളിതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ള കാരണം അതിൽ നിന്ന് ഓരോ ലെറ്റേഴ്സൊക്കെ എടുത്തു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് നമ്മളതിൻ്റെ ആ ഒരു സ്ഥലമൊക്കെ നോക്കുകയാണ്, എവിടെയാണ് ഹാപ്പി വെക്കേണ്ടത്, എവിടെ ബർത്ത്ഡേ സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ താഴെ നോക്കിയിട്ട് എവിടെ വെക്കണം എന്നൊക്കെ നോക്കി അങ്ങനെ ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു, അങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ടി വിയുടെ മേലെ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ഷീറ്റ് പോലെ മാഷ് ആൻഡ് ദ ബെയർ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിൻ്റെ ഒരു ഇതിടാനുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഇനി ടി വി കാണണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ കണ്ടോട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ അതെടുത്തിട്ടാൽ പോരെന്ന് വെച്ചിട്ട് അതിപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വേറെ കുറച്ചും കൂടി വലിയ ചെറിയ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കുറച്ച് വലിയ പിക്ചേഴ്സ് അല്ല, കുറച്ചും കൂടി വലിയ കേക്ക് ടോപ്പറിനേക്കാളും പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒട്ടിക്കുന്ന സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ പറിച്ചെടുത്താലും നമ്മുടെ പെയിൻറ്റൊന്നും പോരാത്ത പോലത്തെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് പിന്നീട് അത് പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ പെയിൻറ്റും കൂടി ഇളകി പോന്നിട്ട് ചുമരൊക്കെ ആകെ ഇങ്ങനെ കേടാവാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഇത് നമുക്ക് സ്റ്റിക്കർ എടുത്ത് പറിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്കർ പോലെ തന്നെ അതിങ്ങനെ പറഞ്ഞു പോരും. ഇതാണ് കേട്ടോ ടി വിയുടെ മേലെ വെക്കാനുള്ളത്. അപ്പോൾ ഞാനതൊന്ന് വെച്ച് നോക്കിയതാണ്, കാരണം ടി വിയുടെ ആ ഒരു കറക്റ്റ് ആ ഒരു സൈസ് അത്രയും തന്നെയാണോ ഇതിന് വേണ്ടി വരിക, അത് അവിടെ തന്നെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതായിരുന്നു. അപ്പോൾ എന്തായാലും അത് അവിടെ തന്നെ വെക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇതാണ് നമ്മുടെ മെയിൻ താരം, അതായത് നമ്മുടെ അന്നമ്മൂൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് മാഷയുടെ പോലെയുള്ള ഒരു ഡ്രസ്സ്. അന്നയുടെ ബർത്ത്ഡേ ആരുടെ തീമാ? അതല്ല 3 അല്ല, എന്തിന്റെ ബർത്ത്ഡേ ആയിട്ടാ നമ്മൾ ചെയ്യുന്നത്? ആരാ അന്നമ്മു? മാഷ്യ ബയറ് ചക്കുടുവോ? അപ്പ അന്നമ്മ ആരാ പഴുത്ത? അല്ല ചക്കുടു ആരാ? റാബിറ്റാ? പിന്നെ ആരാ? അതല്ല അന്ന ചക്കുടു മാഷയിലാരാ? റാബിറ്റാ? പിന്നെ ആരാ? ടേർട്ടിലുണ്ടായിന് മാഷയുടെ ബർത്ത്ഡേയില്. മാഷയുടെ ടേർട്ടിലൊന്നുമില്ലല്ലോ. അങ്ങനെ ജോയ് എണീറ്റ് വന്നിട്ടാണ് കേട്ടോ അന്നമ്മ എണീറ്റ് വന്നത്. അപ്പോൾ അന്നമ്മൂനെ വിളിച്ചിട്ട് ജോ കാണിച്ചു കൊടുക്കുകയാണ്. അവൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ എന്താണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്, കാരണം ഇങ്ങനത്തെയൊക്കെ സർപ്രൈസും അല്ലെങ്കിൽ കാണാനായിട്ട് ഇഷ്ടം അന്നമ്മൂനേക്കാളും കൂടുതൽ ജോയ്ക്കാണ് കേട്ടോ. അവനാണ് ഇതൊക്കെ അവളേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റിൽ നോക്കുന്നത്. അവൾക്ക് അതൊക്കെ കണ്ടിട്ട് വലിയ എന്താ പറയുക, ഇനി എന്താ അതിൽ കുറവെന്നുള്ള പോലെയാണ് നോക്കി നിൽക്കുന്നത്, വീക്ഷിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ വലിയ ഒരു സന്തോഷമൊന്നും കണ്ടില്ല. പക്ഷേ ജോ ആണെങ്കിൽ അവൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അതൊക്കെ കണ്ടപ്പോൾ ഇന്നാണ് ബർത്ത്ഡേ എന്നൊക്കെ ഉള്ളതിൽ അവനായിരുന്നു അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മുഴുവനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും എണീറ്റു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം വലിയ കുഴപ്പമില്ല. പിന്നെ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മടി പിടിച്ച ദിവസങ്ങളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ചായ ഉണ്ടാക്കും, പിന്നെ ബ്രെഡായിരിക്കും കേട്ടോ. കാരണം നമുക്കല്ലാതെ നമുക്കിനി കുറച്ചുകൂടി പണികളും കാര്യങ്ങളും തിരക്ക് പിടിച്ച ദിവസമാണല്ലോ. അങ്ങനെ വലിയ തിരക്ക് നമ്മളിവിടെ വീട്ടിലല്ല കുക്കിംഗ് എന്നുണ്ടെങ്കിലും നമുക്ക് റെഡി ആവണം, അപ്പോഴേക്കും എല്ലാവരും വരുമ്പോഴേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വീടൊക്കെ ഒന്നും ക്ലീൻ ചെയ്തിടണം. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ എന്നുള്ള രീതിയിൽ നമ്മൾ ബ്രെഡിലാണ് ഒതുക്കാറ്. വല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാറില്ല. നമുക്കായാലും ആർക്കും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പിള്ളേർക്കാണെങ്കിലും നമ്മൾ വേറെ വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും അവരും കഴിക്കാൻ ഏറ്റവും എളുപ്പം ഇതുപോലെ ബ്രെഡ് ജാമൊക്കെ ആക്കി കൊടുത്താലാണ് കഴിക്കുക. എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലെന്നറിയാം, പക്ഷെ എന്നാലും ഇതുപോലെയുള്ള നമുക്ക് പെട്ടെന്ന് പോകാനും അല്ലെങ്കിൽ റെഡി ആവാനും ഒക്കെയുള്ള സമയങ്ങളിൽ എന്തായാലും നമ്മുടെ വീട്ടിൽ എന്തായാലും ബ്രെഡായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കും. എന്തായാലും ഇന്നപ്പോൾ ബ്രെഡായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അന്നമ്മൂനെ റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ അന്നമ്മൂനെ റെഡിയാക്കാണ്, പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് റെഡി ആവാമല്ലോ. അന്നമ്മൂനാണെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആൾ അതിൻ്റെ ഉള്ളിലിടുന്ന ആ ഒരു വൈറ്റ് ചിലപ്പോൾ
ഇടാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അത് മേത്ത് കുത്തും, അതിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ കുറച്ച് റഫാന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ പറയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ അവൾ ചിലപ്പോൾ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് അവളുടെ നല്ല നേരമൊക്കെ നോക്കിയിട്ട് ആദ്യം തന്നെ അന്നമൂനെ റെഡിയാക്കി ഇരുത്താണ് കേട്ടോ. കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കുന്നുണ്ട്. കുട്ടികൾക്ക് നല്ലതല്ല, പക്ഷെ എന്തായാലും ഇന്ന് അവളുടെ ഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളൊന്ന് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഇവരിപ്പോൾ അത് അനങ്ങാണ്ടിരിക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഓടിക്കളിക്കലും അങ്ങോട്ട് മറയലും ഇങ്ങോട്ട് മറയലായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന സമയപ്പോഴേക്കും അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന ആ ഒരു സമയത്തെങ്കിലും ആൾ കുറച്ച് നല്ല ഗ്ലാമറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഹലോ, ബേറെവിടെ? അവൾക്ക് തന്നെ മനസ്സിലായിട്ടോ ഇന്ന് അവളുടെ ഒരു ദിവസമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് പത്രാസിലഞ്ഞായിരുന്നു അവളുടെ നടത്തവും ഭാവമൊക്കെ. അതുകൊണ്ട് തന്നെ വലിയ വാശിയൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ പറയുന്ന പോലെ തന്നെ അവൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, പറയുന്നതനുസരിച്ച് പോസ് ചെയ്യലും അതുപോലെ അങ്ങനെ നടക്കാൻ പറയുമ്പോൾ നടക്കലും നിൽക്കലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് ചൂടൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അലമ്പൻ സ്വഭാവമാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇരിക്കില്ല. ഇന്നപ്പോൾ എന്തായാലും അവൾക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് അവൾ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ നന്നായിട്ട് നിന്ന് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വയ്ക്കാനായിട്ട് പറ്റിയിട്ടോ. ജോയും റെഡിയായി. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഡെക്കറേഷൻ. വലിയൊരു ഡെക്കറേഷനൊന്നും അല്ല, പക്ഷേ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട, അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ വന്നു. ഇനി ആ കേക്ക് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കേക്ക് ടോപ്പറൊക്കെ 2 സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേക്ക് എടുത്തിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കേക്ക് വന്നപ്പോഴേക്കും ജോ ഒക്കെ കാവൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയായിരുന്നു. കാരണം ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത ആ ഒരു സമയത്ത് തന്നെ വേഗം ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി വന്നു. നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ എല്ലാ ബർത്ത്ഡേസിലും എന്താ പറയുക, എപ്പോഴുള്ള ഒരു സ്ഥിരം കലാപരിപാടി എന്ന് പറയുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടിയിട്ട് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. അന്നമ്മൂന് നല്ല സന്തോഷമുണ്ട്. കുറേ നാളായിട്ട് പറയുന്നതാണ് അന്നമ്മൂൻ്റെ ബർത്ത്ഡേ വരും, അന്നമ്മൂ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ. അപ്പോൾ ആ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായപ്പോൾ അവളും നല്ല ഹാപ്പി, ജോയ്ക്കും എന്നെ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ നോക്കി നിൽക്കുന്നത്, പിന്നെ പിള്ളേർക്കാവുമ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലോ, ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുമ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കാമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കാണ് കേട്ടോ. നമ്മളൊരു ചോക്ലേറ്റ് കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് നമ്മളങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാലോ, ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിലത്തെ പോലെയല്ല. നാട്ടിൽ നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന പോലെയുള്ള അത്ര വലിയ റേറ്റിനല്ലാണ്ട് നമുക്കിതൊക്കെ ചെയ്ത് കിട്ടും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയും പരിചയമൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെയും നമുക്ക് വലിയ റേറ്റ് കുറവിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കേക്ക്, സാധാരണ ഒരു ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ കേക്ക് ടോപ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു മാഷയുടെയും പേരിന് പിന്നെ ഒരു മാഷയുടെയും ഓരോ കട്ടൗട്ട് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് റെഡിയാക്കിയത്. അങ്ങനെ നമ്മൾ കേക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് എല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ അവർ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൈദരാബാദി ചിക്കൻ 65 ബിരിയാണി, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഉച്ചയിലത്തെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള ഫുഡ്. അങ്ങനെ ഉച്ചയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണി 4:30 ആയപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഉച്ചയിലത്തെ ഫുഡ് തന്നെ കഴിക്കാൻ നമ്മൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ചായയും കുറച്ചും കൂടി ഒന്നുകൂടി ലേറ്റായിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും പോയി. അന്നമ്മൂനും ജോയ്ക്കാണെങ്കിൽ ആ ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം തന്നെ ഓപ്പൺ ചെയ്യാണ്ട് സമാധാനമില്ല കേട്ടോ. അങ്ങനെ അന്നമ്മു ഓരോ ഗിഫ്റ്റായിട്ട് എടുത്തു കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഗിഫ്റ്റും ഓപ്പൺ ചെയ്യുമ്പോൾ അന്നമ്മു കൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണ് കാണാനും എന്നൊക്കെ എടുക്കാനുള്ളതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ആളവിടെ നോക്കി എന്നെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഓരോ ഗിഫ്റ്റുമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് എന്താണ് സാധനങ്ങളെന്നൊക്കെ എടുത്തിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്നമ്മൂന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ജോയ് ആണെങ്കിൽ അപ്പോഴേക്കും ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഒന്നുകൂടി സമാധാനമായി. കാരണം അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവനും കൂടി ഇതൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ടി വരുമായിരുന്നല്ലോ.
അപ്പോൾ അവനില്ലാത്തതുകൊണ്ട് അവൾ തന്നെ ഒറ്റയ്ക്ക് ഓരോ ഗിഫ്റ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഗിഫ്റ്റും കാണുമ്പോൾ നല്ല സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു. നമ്മുടെ ഒരു കിച്ചൺ സെറ്റ് പോലെ കിച്ചണിൽ ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ആക്കി വെക്കുന്നതായിരുന്നു ആദ്യത്തെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് സെറ്റാക്കുക അറേഞ്ച് ചെയ്യാമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി രണ്ടാളും കൂടി എണീറ്റിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഗിഫ്റ്റ് ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഒന്നല്ല 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പാക്കിങ്ങും ആ ഒരു ബോക്സൊക്കെ കണ്ടപ്പോൾ അന്നമ്മ അത് നോക്കി നിൽക്കുകയാണ്. അന്നമ്മോന് ബോക്സ് തന്നെ കണ്ടപ്പോൾ സന്തോഷമായി. കാരണം അതിൻ്റെ ആ ഒരു കളർ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് കണ്ടപ്പോൾ അന്നമ്മോനും ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്, ഡ്രസ്സ് നല്ല ഇഷ്ടമായി, എല്ലാ ഗിഫ്റ്റും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് ബോക്സൊക്കെ തുറന്ന് അതിലത്തെ ഡ്രസ്സൊക്കെ വെച്ച് നോക്കുകയാണ്. അന്നമ്മോന് നല്ല ഭംഗിയുണ്ട്, അന്നമ്മോനും ഇഷ്ടപ്പെട്ടു ഡ്രസ്സ്. ഇപ്പം തന്നെ ഇട്ടുതരാൻ പറഞ്ഞ് വാശി കാണിക്കുകയായിരുന്നു. അപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇട്ടുതരാമെന്നൊക്കെ പറഞ്ഞ് അന്നമ്മോനെയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു സമാധാനത്തിൽ ഒതുക്കിയിരുത്തി. ജോ ഇതൊന്നും അറിയുന്നില്ല. അവൻ ഉച്ചയ്ക്ക് സാധാരണ എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആകെ എല്ലാ ടൈം ടേബിളൊക്കെ മാറിയ കാരണം അവൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തതും ഒന്നും ഇവിടെ സംഭവിച്ചതും ഒന്നും അവൻ അറിയാണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാണ്. അവനും കൂടി എണീറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആകെ ഇടി അടി ബഹളമൊക്കെ ആകിയാണ്. ഗിഫ്റ്റ് രണ്ടാൾക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പോവാണ് കേട്ടോ പള്ളിയിൽ. അപ്പോൾ ഈവനിങ് ഒരു 8:15 പള്ളിയിലെ സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചർച്ചിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങുകയാണ്. പിന്നെ റെഡി ആവാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ബർത്ത്ഡേയുടെ ഡ്രസ്സായിരുന്നു. ഞാൻ മാത്രമേ ഒന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ നാളെയാണ് ബർത്ത്ഡേ എന്നുണ്ടെങ്കിലും ഇനി നാളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം സമയമൊക്കെ ആയല്ലോ. അപ്പോൾ എന്തായാലും പള്ളിയിലൊക്കെ പോയിട്ട് നന്നായി പ്രാർത്ഥിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ പള്ളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നമ്മോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.